അതിനടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ്, എക്സസ് റിയാക്റ്റൻ്റ്. ഓക്കെ, എന്താണ് ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ്, എന്താണ് എക്സസ് റിയാക്റ്റൻ്റ്? നമുക്ക് അങ്ങനെ എന്താ പറയുക, എക്സസ് എത്രയുണ്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അതല്ലെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് അറിയേണ്ടത് തിയററ്റിക്കലി ഓക്സിജൻ റിക്വയർഡ് പെർസെൻറ്റേജ് എക്സസ് ഓക്സിജൻ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ് നമുക്ക് പ്രോബ്ലത്തിൽ അധികം ആവശ്യം വരും. അപ്പോൾ ബേസിക്കായിട്ട് എന്താണ് ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ്, എന്താണ് എക്സസ് റിയാക്റ്റൻ്റ് നോക്കാം. അപ്പോൾ ഇതിന് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്റ്റോഷിയോമെട്രിക്കലി ഒരു ബേസ് ഉണ്ടായിരിക്കണം. എന്താണ് സ്റ്റോഷിയോമെട്രി എന്നുള്ളതും അതിൻ്റെ കാൽക്കുലേഷനും ഞാൻ അതിന് മുന്നേ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, മൊളാലിറ്റിയും സ്റ്റോഷിയോമെട്രിയും കൂടെ. അതിൽ ഞാൻ സ്റ്റോഷിയോമെട്രീൻ്റെ ബേസ് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുമാത്രം അറിഞ്ഞാൽ മതി ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ്, എക്സസ് റിയാക്റ്റൻ്റും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നമ്മളെ ഒരു എക്സാമ്പിളിലേക്ക് പോവുകയാണെങ്കിൽ റിയാക്ഷൻ എടുക്കുകയാണ്. നൈട്രജനും ഹൈഡ്രജനും തമ്മിൽ കമ്പൈൻ ചെയ്താൽ എനിക്ക് അമോണിയ കിട്ടും. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണ്. N2 + 3H2 gives 2NH3. ഇതിൽ സ്റ്റോഷിയോമെട്രി പ്രകാരം ഇത്രേ പറയുന്നുള്ളൂ. 1 mol നൈട്രജൻ 3 mol ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ 2 mol അമോണിയ കിട്ടും. ഇതാണ് എൻ്റെ സ്റ്റോഷിയോമെട്രിക് ആയിട്ടുള്ള കാര്യം. അപ്പോൾ എൻ്റെ സ്റ്റോഷിയോമെട്രിക്കലി 1 mol നൈട്രജൻ കമ്പൈൻ വിത്ത് 3 mol ഹൈഡ്രജൻ ഗിവ് 2 mol അമോണിയ. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ റിയാക്ടറിലേക്ക് 1 mol നൈട്രജനും കൊടുത്ത് 5 mol ഹൈഡ്രജനും കൊടുത്ത്, എൻ്റെ റിയാക്ടറിലേക്ക് 1 mol നൈട്രജനും കൊടുത്ത് 5 mol ഹൈഡ്രജനും കൊടുത്ത്. അപ്പോൾ എനിക്ക് 2 mol അമോണിയ കിട്ടി, ബാക്കി 2 mol ഹൈഡ്രജനും കിട്ടി. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 1 mol നൈട്രജൻ റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ സ്റ്റോഷിയോമെട്രി പ്രകാരം 8 mol ഹൈഡ്രജൻ മതി, 3 mol ഹൈഡ്രജൻ മതി. എൻ്റെ കയ്യിൽ എത്രയുണ്ട്? 5 mol ഉണ്ട്. എന്ന് വെച്ചാൽ 3 വേണ്ടടുത്ത് 5 ഉണ്ടെന്ന് വെച്ചാൽ 2 mol എക്സ്ട്രാ ആണ്. ആ 2 mol എന്ത് ചെയ്യില്ല? റിയാക്ട് ചെയ്യില്ല, അതേപോലെ തന്നെ പുറത്തേക്ക് വരും. 1 mol നൈട്രജനും 3 mol ഹൈഡ്രജനും റിയാക്ട് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? 2 mol അമോണിയ കിട്ടും. അപ്പോൾ നൈട്രജനും 1 mol നൈട്രജനും 3 mol ഹൈഡ്രജനും റിയാക്ട് ചെയ്ത് 2 mol അമോണിയ കിട്ടി, ബാക്കിയുള്ള 2 mol ഹൈഡ്രജൻ അതേപോലെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇതിൽ എൻ്റെ എക്സസ് റിയാക്റ്റൻ്റ് എന്ന് പറയുന്നത് ഹൈഡ്രജനാണ്, എൻ്റെ ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ് എന്ന് പറയുന്നത് നൈട്രജനുമാണ്. ഓക്കെ, ഒരു കാര്യം കൂടെ, എൻ്റെ ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ് എന്ന് പറയുന്നതിൻ്റെ ബേസിലാണ് ഞാൻ എൻ്റെ പ്രൊഡക്റ്റിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കുക. ഇതൊന്ന് ഓർത്ത് വയ്ക്കണം. അപ്പോൾ എന്താണ് ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ് നോക്കാം. എന്താ ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ് എന്ന് വെച്ചാൽ നൈട്രജൻ മൊത്തം റിയാക്ട് ചെയ്ത് തീർന്നു. ഓക്കെ, 1 mol നൈട്രജനും 3 mol ഹൈഡ്രജനുമാണ് റിയാക്ട് ചെയ്തത്. അപ്പോൾ നൈട്രജൻ മൊത്തം റിയാക്ട് ചെയ്ത് തീർന്നു, ഹൈഡ്രജൻ അവിടെ കുറച്ച് ബാക്കിയുണ്ട്. ഓക്കെ, നൈട്രജൻ റിയാക്ട് ചെയ്ത് തീരുന്നത് വരെ അമോണിയ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. നൈട്രജൻ റിയാക്ട് ചെയ്ത് തീർന്നപ്പോൾ എൻ്റെ അമോണിയൻ്റെ പ്രൊഡക്ഷൻ നിർത്തി, ബാക്കിയുള്ള ഹൈഡ്രജൻ അതേപോലെ പുറത്തേക്ക് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പ്രൊഡക്റ്റിൻ്റെ എമൗണ്ട് എന്തിൻ്റെ ബേസിലാണ്? ലിമിറ്റിംഗ് റിയാക്റ്റൻറ്റിൻ്റെ ബേസിലാണ്. നൈട്രജന് ഞാൻ പറയുന്ന പേരാണ് ലിമിറ്റിംഗ് റിയാക്റ്റൻറ്റ്, ഹൈഡ്രജന് ഞാൻ പറയുന്ന പേരാണ് എക്സസ് റിയാക്റ്റൻറ്റ്. അപ്പോൾ എന്താണ് ലിമിറ്റിംഗ്, എന്താണ് എക്സസ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നത്. എന്താ ലിമിറ്റിംഗ്? എന്താ? ദ റിയാക്റ്റൻറ്റ് വിച്ച് കംപ്ലീറ്റ്ലി റിയാക്റ്റഡ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി കൺസ്യൂംഡ്. അല്ലേ, നൈട്രജനാണ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്ത് തീർന്നത്, അല്ലെങ്കിൽ നൈട്രജനാണ് റിയാക്ഷൻ കംപ്ലീറ്റ്ലി കൺസ്യൂം ചെയ്തത്. അതിനെയാണ് എന്ത് പറയുക? ലിമിറ്റിംഗ് റിയാക്റ്റൻറ്റ്. അപ്പോൾ ഒന്ന് കൂടുതൽ റിയാക്റ്റൻ്റ് ഉണ്ടെങ്കിൽ എനിക്ക് ലിമിറ്റിംഗ് എക്സസും പറയേണ്ട കാര്യമുള്ളൂ കേട്ടോ, അല്ലേ. ഒരു റിയാക്റ്റൻ്റ് മാത്രമാണെങ്കിൽ പിന്നെ ലിമിറ്റിംഗ് എക്സസും പറയേണ്ട കാര്യമില്ല. അപ്പോൾ എൻ്റെ റിയാക്ഷനെ ലിമിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻ്റെ റിയാക്റ്റൻ്റ് കത്തി തീരുന്നത് വരെ എനിക്ക് പ്രൊഡക്റ്റ് കിട്ടുള്ളൂ. ഈ ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ് തീരുന്നത് വരെ എനിക്ക് പ്രൊഡക്റ്റ് കിട്ടുള്ളൂ. ദ റിയാക്ഷൻ വിച്ച് കംപ്ലീറ്റ്ലി റിയാക്റ്റഡ് അല്ലെങ്കിൽ വിച്ച് കംപ്ലീറ്റ്ലി കൺസ്യൂംഡ് ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ ഈസ് കോൾഡ് ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ്. ഹൈഡ്രജനിലേക്ക് പോവുകയാണെങ്കിൽ ഹൈഡ്രജൻ 3 mol റിയാക്ട് ചെയ്തിട്ടുള്ളൂ, ബാക്കി 2 mol അധികമുണ്ട്. ഓക്കെ, അപ്പോൾ എക്സസ് റിയാക്റ്റൻ്റ് എന്ന് വെച്ചാൽ എന്താ? ദ റിയാക്റ്റൻ്റ് വിച്ച് ഈസ് ഇൻ എക്സസ്. ഇതൊരു ഐഡിയ കിട്ടി വിചാരിക്കുന്ന ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ് എന്താണ്, എക്സസ് റിയാക്റ്റൻ്റ് എന്താണെന്നുള്ളത്. ഇനി ഇതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെ തന്നെ കമ്പയർ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യനിൽ എനിക്ക് തരിക എങ്ങനെയാണ്? 2 mol നൈട്രജൻ 8 mol ഹൈഡ്രജൻ
കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ എത്ര മോള് അമോണിയ പ്രൊഡ്യൂസ് ചെയ്യും? 2 മോള് നൈട്രജനും 8 മോള് ഹൈഡ്രജനും തമ്മിൽ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ എത്ര മോൾ അമോണിയ പ്രൊഡ്യൂസ് ചെയ്യും? എക്സസ് റിയാക്റ്റൻ്റ് ഏതാണ്, ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ് ഏതാണ്, അതേപോലെ തന്നെ എക്സസ് എമൗണ്ട് എത്രയാണ്? ഇത്രയും ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. അപ്പോൾ എൻ്റെ ബേസ് ഇതാണ്. എൻ്റെ റിയാക്ഷൻ എഴുതുക. 1 മോൾ നൈട്രജനും 3 മോൾ ഹൈഡ്രജനും തമ്മിൽ കമ്പൈൻ ചെയ്താൽ 2 മോൾ അമോണിയ കിട്ടും. ഇനി എനിക്ക് 2 ഡാറ്റ തന്നിട്ടുണ്ടാവും. നൈട്രജൻ്റെ എമൗണ്ടും തന്നിട്ടുണ്ടാവും, ഹൈഡ്രജൻ്റെ എമൗണ്ടും തന്നിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ റിയാക്റ്റൻ്റ് രണ്ടിൻ്റെയും ഒരു എമൗണ്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അതിലേതെങ്കിലും ഒരു എമൗണ്ടിന് എടുക്കുക. 2ഉം 8ഉമാണ് തന്നിട്ടുള്ളത്. ഞാൻ നൈട്രജൻ്റെ എമൗണ്ട് എടുക്കുകയാണ്. 2 മോള് നൈട്രജൻ എടുത്ത്. ഇനി എൻ്റെ സ്റ്റോഷിയോമെട്രി കാൽക്കുലേഷനാണ്. 1 മോള് നൈട്രജന് 3 മോള് ഹൈഡ്രജൻ, 1 മോള് നൈട്രജന് 3 മോള് ഹൈഡ്രജൻ. അങ്ങനെ 2 മോള് നൈട്രജന് എത്ര മോള് ഹൈഡ്രജൻ വേണം? ഞാനവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിപ്പോൾ സിമ്പിളാണ്. 1:3, 1ന് 3 ആണെങ്കിൽ 2ന് 6. റെഡി അല്ലേ? അല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2 × 3 ഡിവൈഡഡ് ബൈ 1. സോ 2 × 3 6, 6/1 6. അപ്പോൾ 1 മോൾ നൈട്രജന് 3 മോൾ ഹൈഡ്രജൻ വേണം. എന്ന് വെച്ചാൽ 1 മോൾ നൈട്രജൻ കംപ്ലീറ്റ് റിയാക്ട് ചെയ്യാൻ 3 മോൾ, 2 മോൾ നൈട്രജൻ കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യാൻ എത്ര വേണം? 6 മോൾ വേണം. എൻ്റെ കയ്യിൽ എത്രയുണ്ട്? 8 ഉണ്ട്. എന്ന് വെച്ചാൽ ഹൈഡ്രജൻ എന്താ? എക്സസ് ആണ്. അപ്പോൾ എൻ്റെ ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ് ആരാ? നൈട്രജനാണ് ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ്. സോ ഒന്നാമത്തെ എൻ്റെ ആൻസറായി എൻ്റെ ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ് നൈട്രജൻ. അപ്പോൾ എക്സസ് റിയാക്റ്റൻ്റ് ആരാ? ഹൈഡ്രജൻ. ഇനി 2 മോള് നൈട്രജന് 6 മോൾ ഹൈഡ്രജനെ ആവശ്യമുള്ളൂ. അപ്പോൾ 2 മോൾ നൈട്രജനും 6 മോൾ ഹൈഡ്രജനും റിയാക്ട് ചെയ്ത് തീരും. ബാക്കി ഞാൻ കൊടുത്തത് 8 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സസ് എമൗണ്ട് എത്രയാണ്? 8 - 6, 2 മോള്. റെഡി അല്ലേ? ഇനി എൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരിക, അമോണിയ എത്ര പ്രൊഡ്യൂസ് ചെയ്തെന്നാണ്. അമോണിയ എത്ര പ്രൊഡ്യൂസ് ചെയ്തെന്ന് വെച്ചാൽ എന്തിൻ്റെ ബേസിലാണ് വരിക? എൻ്റെ ലിമിറ്റിംഗ് റിയാക്റ്റൻറ്റിൻ്റെ ബേസിലാണ് വരിക. ഓക്കെ, 1 മോള് നൈട്രജൻ 2 മോൾ അമോണിയനെ തരും. അപ്പോൾ ഞാൻ കൊടുത്ത ഡാറ്റയിൽ നൈട്രജൻ എത്രയുണ്ട്? 2 ഉണ്ട്. അപ്പോൾ 2 മോൾ നൈട്രജൻ എത്ര വരും? 2 × 2/1 എന്ന് ചെയ്യാം. അതല്ല എങ്കിൽ 1ന് 2 ആണെങ്കിൽ 2ന് എത്രയായിരിക്കും? 4. അപ്പോൾ അമോണിയ പ്രൊഡ്യൂസ്ഡ് 4 മോൾ. ഓക്കെ, ഇത്രേ ചെയ്യാനുള്ളൂ. ഇത് വേണമെങ്കിൽ നമുക്ക് മാസിൻ്റെ ബേസിലും ചെയ്യാം. 1 മോൾ നൈട്രജൻ എന്ന് വെച്ചാൽ 28 ഗ്രാം നൈട്രജൻ, 3 മോൾ ഹൈഡ്രജൻ എന്ന് വെച്ചാൽ 6 ഗ്രാം, 2 മോൾ അമോണിയ എന്ന് വെച്ചാൽ 34 ഗ്രാം. അപ്പോൾ 28 ഗ്രാം നൈട്രജനും 6 ഗ്രാം ഹൈഡ്രജൻ തമ്മിൽ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ 34 ഗ്രാം അമോണിയ കിട്ടും. അപ്പോൾ എൻ്റെ ഗിവൺ ഡാറ്റയിൽ ഇതേപോലെ 2 മോൾ നൈട്രജനും 8 മോൾ ഹൈഡ്രജനും പകരം എന്ത് തരാം? 28 ഗ്രാമും 10 ഗ്രാമും ഒക്കെ തരാം, അല്ലെങ്കിൽ 56 ഗ്രാമും 20 ഗ്രാമൊക്കെ തരാം. അപ്പോൾ ഇതേപോലെ തന്നെ കമ്പയർ ചെയ്യാം. 28ന് 6 ആണെങ്കിൽ 56ന് എത്ര? നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2 ഡാറ്റ ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ടാവും. അതിലേതെങ്കിലും ഒന്ന് എടുക്കുക, എന്നിട്ട് സ്റ്റോഷിയോമെട്രിക്കലി കമ്പയർ ചെയ്തിട്ട് എത്ര വേണമെന്ന് നോക്കുക. ഓക്കെ, ഇനി തിരിച്ചും വേണമെങ്കിൽ ചെയ്യാം. 1:3 ആണ് എനിക്ക് സ്റ്റോഷിയോമെട്രിക്കലി. ഞാൻ ഗിവൺ ഡാറ്റയിൽ ഹൈഡ്രജൻ എടുക്കുകയാണ്, നൈട്രജന് പകരം ഞാൻ ഹൈഡ്രജനെ പിടിക്കുകയാണ്. അതായത് 8 മോൾ ഹൈഡ്രജനാണ് എടുക്കുന്നത്. 8 മോൾ ഹൈഡ്രജന് എത്ര മോൾ നൈട്രജൻ വേണം? അപ്പോൾ എൻ്റെ റിയാക്ഷനിൽ 3 മോൾ ഹൈഡ്രജന് 1 മോൾ നൈട്രജനാണ് വേണ്ടത്. അല്ല, സ്റ്റോഷിയോമെട്രിക്കലി 3 മോൾ ഹൈഡ്രജന് 1 മോൾ നൈട്രജനാണ് വേണ്ടത്. അപ്പോൾ 8 മോൾ ഹൈഡ്രജൻ ഗിവൺ ഡാറ്റയിൽ ഞാൻ ഹൈഡ്രജൻ എടുക്കുകയാണ്. 8 മോൾ ഹൈഡ്രജൻ എത്ര നൈട്രജൻ വേണം? 8 × 1 ഡിവൈഡഡ് ബൈ 3 എന്ന് വെച്ചാൽ 8/3 എന്ന് പറയുമ്പോൾ 2.66 വരും. ഓക്കെ, എൻ്റെ കയ്യിൽ എത്രയുള്ളത്? 2 ഉള്ളൂ. എന്ന് വെച്ചാൽ എന്താ? കുറവാണ്. ഓക്കെ, നേരത്തെ എക്സസ് ആണെങ്കിൽ എന്തായിരിക്കും? കൂടുതലായിരിക്കും. ലിമിറ്റിംഗ് ആണെങ്കിൽ എന്തായിരിക്കും? ഗിവൺ ഡാറ്റ കുറവായിരിക്കും. അപ്പോൾ 2.66 വേണ്ടെടുത്ത് എനിക്ക് നൈട്രജൻ എത്രയേ ഉള്ളൂ? 2 ഉള്ളൂ. എന്ന് വെച്ചാൽ നൈട്രജനാണ് ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ്, ഹൈഡ്രജനാണ് എക്സസ് റിയാക്റ്റൻ്റ്. ഓക്കെ അല്ലേ? ഇനി ഈ ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിൾ കാര്യം കൂടെ പറഞ്ഞുതരാം. എൻ്റെ സ്റ്റോഷിയോമെട്രിക്കലി 1 മോൾ നൈട്രജന് 3 മോൾ ഹൈഡ്രജൻ. ഓക്കെ, എൻ്റെ ഗിവൺ ഡാറ്റ 2 മോൾ നൈട്രജൻ 8 മോൾ ഹൈഡ്രജൻ തമ്മിൽ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ എത്ര അമോണിയ കിട്ടും? അപ്പോൾ എനിക്ക് അമോണിയൻ്റെ എമൗണ്ട് എപ്പോഴും എന്തിൻ്റെ ബേസിലെടുക്കണം? ലിമിറ്റിംഗ് റിയാക്റ്റൻറ്റിൻ്റെ ബേസിലെടുക്കണം. അപ്പോൾ ലിമിറ്റിംഗ് റിയാക്റ്റൻറ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ഗിവൺ ഡാറ്റ ഏതൊക്കെയാണ്? നൈട്രജന് 2, ഹൈഡ്രജന് 8. ഓക്കെ, 2 മോൾ നൈട്രജൻ 8 മോൾ ഹൈഡ്രജനാണ് ഞാൻ എടുത്തിരിക്കുന്നത് റിയാക്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ റിയാക്ടറിലേക്ക് ഇതാണ് എൻ്റെ ഫീഡ്. സ്റ്റോഷിയോമെട്രിക്കലി 1ഉം 3ഉം.
സോ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻറ്റ് ഇത് വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 2/1 2, 8/3 എന്ന് വെച്ചാൽ 2.6. ഏതാ വലുത്? 8/3 ആണ് വലുത്. അപ്പോൾ വലുതെന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സസ് റിയാക്റ്റൻ്റ് ആയിരിക്കും. ചെറുതെന്ന് പറയുന്നത് എന്തായിരിക്കും? ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ് ആയിരിക്കും. ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ് എക്സസ് റിയാക്റ്റൻ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ ചെയ്താലും മതി. ഇനി എനിക്ക് പ്രൊഡക്റ്റിൻ്റെ എമൗണ്ടാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം? ലിമിറ്റിംഗ് റിയാക്റ്റൻറ്റിൻ്റെ ബേസിലായിരിക്കും പ്രൊഡക്റ്റ്. 1 മോൾ നൈട്രജൻ 2 മോൾ അമോണിയ തരും. അപ്പോൾ എൻ്റെ ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ് ഏതാ? 2 മോൾ നൈട്രജൻ. നൈട്രജനാണ് ലിമിറ്റിംഗ് റിയാക്റ്റൻറ്റ്. 2 മോൾ നൈട്രജൻ 4 മോൾ അമോണിയ തരും. ഓക്കെ അല്ലേ? ക്ലിയർ? നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് പോകാം. 56 gram നൈട്രജൻ ആൻഡ് 40 gram ഹൈഡ്രജൻ ആർ മിക്സ്ഡ് ടു പ്രൊഡ്യൂസ് അമോണിയ. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് അമോണിയ പ്രൊഡ്യൂസ്ഡ്. ഇനി വേണമെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ ചോദിക്കാം ഐഡൻറ്റിഫൈ ലിമിറ്റിംഗ് റിയാക്റ്റൻറ്റ് ആൻഡ് എക്സസ് റിയാക്റ്റൻറ്റ്. അപ്പോൾ എമൗണ്ട് ഓഫ് അമോണിയ ഫോംഡാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. എൻ്റെ ബേസിക് ആയിട്ടുള്ള റിയാക്ഷൻ എന്ന് പറയുന്നത് N2 + H2 gives NH3. ഞാൻ ബാലൻസ് ചെയ്യുകയാണെങ്കിൽ N2 + 3H2 gives 2NH3. ഇതിനിവിടെ മാസിലാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യാം? 28 gram, 6 gram, 34 gram. ഓക്കെ. ഇനി ഗിവൺ ഡാറ്റ 2 ഡാറ്റയുണ്ട്. ഏതെങ്കിലും ഒന്ന് എടുക്കാം. ഞാൻ നൈട്രജൻ എടുക്കുകയാണ്. 56 gram. അപ്പോൾ എൻ്റെ സ്റ്റോഷിയോമെട്രിക്കലി 28 gram നൈട്രജന് 6 gram ഹൈഡ്രജന് വേണം. അങ്ങനെയാണെങ്കിൽ 56-ന് എത്ര വേണം? എന്താ ചെയ്യാം? നേരത്തെ പറഞ്ഞ പോലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 56 × 6 ഡിവൈഡഡ് ബൈ 28. സോ 56-ഉം 28-ഉം കട്ട് ചെയ്താൽ 2 × 6 12 gram. 56 gram നൈട്രജൻ റിയാക്ട് ചെയ്യണമെങ്കിൽ 12 gram എന്ത് വേണം? ഹൈഡ്രജൻ വേണം. എൻ്റെ കയ്യിൽ എത്രയുണ്ട്? 14 gram. സോ ഹൈഡ്രജൻ ഈസ് എക്സസ് റിയാക്റ്റൻ്റ്. അങ്ങനെയാണെങ്കിൽ ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ് ആരാ? നൈട്രജനാണ് ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ്. റെഡിയല്ലേ? ഇനി എന്നോട് ചോദിച്ചിരിക്കുന്ന എത്ര അമോണിയ പ്രൊഡ്യൂസ് ചെയ്തെന്നാണ്. 28 gram നൈട്രജൻ ഉണ്ടെങ്കിൽ 34 ഉണ്ട്. എൻ്റെ എമൗണ്ട് എത്രയാണ്? 56 gram നൈട്രജൻ എത്ര കിട്ടുമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. 28-ന് 34 ആണെങ്കിൽ 56-ന് എത്ര? സോ 56 × 34 ഡിവൈഡഡ് ബൈ 28. സോ 2 × 34 68 gram. അപ്പോൾ നിങ്ങൾ എക്സാമിന് എഴുതുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. 28 gram നൈട്രജൻ റിക്വയർഡ് 6 gram ഓഫ് ഹൈഡ്രജൻ ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് അമോണിയ. എങ്ങനെ? ബൈ സ്റ്റോഷിയോമെട്രിക്കലി. ദെൻ 56 ഗ്രാമിന് എത്ര വേണമെന്ന് വെച്ചാൽ 12 gram. ഹിയർ ദി എമൗണ്ട് ഓഫ് ഹൈഡ്രജൻ ഈസ് 14. സോ ഹൈഡ്രജൻ ഈസ് ഇൻ എക്സസ്. ഓക്കെ. അപ്പോൾ ഹൈഡ്രജൻ ഈസ് ദ എക്സസ് റിയാക്റ്റൻ്റ്, നൈട്രജൻ ഈസ് ദി ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ്. ദെൻ ബൈ the reaction stoichiometrically 28 gram nitrogen gives 34 gram ammonia. അങ്ങനെയാണെങ്കിൽ 56 gram nitrogen gives 56 × 34 / 28 എത്ര? 68 gram അമോണിയ. ഈ ഒരു എമൗണ്ട് അതേ ചോദിച്ചിട്ടുള്ളൂ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ഗിവൺ ഡാറ്റ നോക്കാം. 56 ഉണ്ട്, 14 ഉണ്ട്. ഓക്കെ. സ്റ്റോഷിയോമെട്രിക്കൽ എത്രയാണ്? 28 ഉണ്ട്, 16 ഉണ്ട്. 28 ഉണ്ട്, 6 ഉണ്ട്. 56/28 എത്രയാണ്? 2 ആണ്. 14/6 എന്ന് വെച്ചാൽ 7/3 ആണ്. സോ 2.33 വരും. അപ്പോൾ ആരെ കൂടുതൽ? ഹൈഡ്രജൻ്റെ സൈഡാണ് കൂടുതൽ. ഓക്കെ. എൻ്റെ ഗിവൺ ഡാറ്റ 56-ഉം 14-ഉം. 56-ന് ഞാൻ സ്റ്റോഷിയോമെട്രിക്കുള്ള ഡാറ്റ വെച്ച് ഡിവൈഡ് ചെയ്ത്, ഹൈഡ്രജൻ്റെ കേസിൽ സ്റ്റോഷിയോമെട്രിക്കുള്ള ഡാറ്റ വെച്ച് ഡിവൈഡ് ചെയ്ത് ഏതാണോ കൂടുതൽ അതായിരിക്കും എൻ്റെ എക്സസ് റിയാക്റ്റൻ്റ്, ഏതാണോ കുറവ് അതായിരിക്കും എൻ്റെ ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ്. ഓക്കെ അല്ലേ? അപ്പോൾ ലിമിറ്റിംഗ് റിയാക്റ്റൻ്റെ ബേസിൽ വേണം എപ്പോഴും എന്ത് കണ്ടുപിടിക്കാൻ? എൻ്റെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ. ലിമിറ്റിംഗ് റിയാക്റ്റൻ്റെ ബേസിൽ വേണം പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ. ഓക്കെ അല്ലേ? അതിനൊരു കാര്യം കൂടെ, ഇതൊന്ന് ബേസിക്കലി അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഇതാണ് എൻ്റെ ബേസ് ആയിട്ടുള്ള കാര്യം. നമുക്ക് ക്വസ്റ്റ്യൻ അങ്ങനെ ലിമിറ്റിംഗ് റിയാക്റ്റൻ എക്സസ് റിയാക്റ്റനും വെച്ച് ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ പേഴ്സൻറ്റേജ് എക്സസും പേഴ്സൻറ്റേജ് കൺവേർഷനൊക്കെയാണ് ചോദിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് അതിലേക്ക് പോവാം. ഇതൊന്ന് ആദ്യം ഒന്ന് നോക്കി വയ്ക്കാം. ഓക്കെ, താങ്ക് യു.